ഗുരുരുവാച, ഗുരു പറഞ്ഞു മറുപടിയായിട്ട്, ശൃണുധ്വാമവധാനേന സദാചാരപരായണാഃ പ്രസൂതി വിഷയാൻ ധർമാൻ വക്ഷ്യാമ്യനതിവിസ്തരം. ശൃണുധ്വം അവധാനേന, സശ്രദ്ധം കേട്ടാലും. ഗുരു പറയാണ് അവധാനേന, ശ്രദ്ധയോടെ. വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് നല്ല ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് അവധാനേന ശൃണുധ്വം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ വിസ്തൃതമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനതിവിസ്തരം, ചുരുക്കി പറയാം എന്നാണ് പറയുന്നത്. ഈ വിഷയം വളരെ വിപുലമാണ്. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതും ആ ഗർഭത്തെ 270 280 ദിവസങ്ങളോളം ചുമന്നുകൊണ്ട് നടക്കുകയും അതിനുശേഷം കുഞ്ഞിനെ പ്രസവിക്കുകയും കുഞ്ഞിനെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് വലിയ ഒരു ശാസ്ത്രമായിട്ട് ആധുനിക ശാസ്ത്രം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം തന്നെ നമുക്കും തരുന്നതാണ്. നമ്മളും ഉപദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ശിഷ്യന്മാർ നല്ല ഗുണനിലവാരമുള്ളവരാണ് എന്ന് ഗുരുവിൻ്റെ ഒരു സമ്മത സാക്ഷ്യം കൂടിയാണ് സദാചാരപരായണാഃ എന്ന് ഗുരു അവരെ വിളിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർക്കൊരു റെക്കഗ്നിഷനും കൂടിയാണ് ഗുരു കൊടുത്തിട്ടുള്ളത്. ഇനി ഗുരുവിൻ്റെ ഉപദേശങ്ങളാണ്. എന്താണ് ഈ സൂതകം എന്ന വിഷയത്തിൽ ഗുരു ആദ്യം പറയുന്നത്? വിശാലം സൂതികാവേശ്മ വായുസൂര്യപ്രകാശയോഃ ആദാന പ്രതിരോധാർത്ഥം അനുകൂലഗവാക്ഷകം. ആദ്യത്തെ പ്രസവത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ ഗുരു അവർക്ക് കൊടുക്കുന്നത് പ്രസവമുറിയെ കുറിച്ചിട്ടാണ്. ഇത് എത്രയോ വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണെന്ന് ആദ്യം ആലോചിക്കണം. ഒരു 100 വർഷമായി. ആ 100 വർഷം മുമ്പ് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ആണ് പല അമ്മമാരും പ്രസവിച്ചിട്ടുള്ളത്. വീടുകളിൽ തന്നെയാണ് പ്രസവം നടന്നിരുന്നത്. ഇന്ന് നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളോടെ ആശുപത്രികളിൽ ലേബർ റൂമുകളുണ്ട്. ഡെലിവറി എല്ലാം അവിടെ നടക്കുന്നത്. അവിടെ ഒരു പ്രസവ വേദന അടുത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കിടത്തി മുഴുവൻ നിരീക്ഷണങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഇന്നത്തെ ഒരു ലേബർ റൂം എന്ന് പറയുന്നത്. നല്ല സജ്ജീകരണങ്ങളുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നിന്ന് ഗുരു പറയുന്ന ഈ പ്രസവമുറി വളരെ നേച്ചുറലായിട്ടുള്ള ഒരു സജ്ജീകരണം നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ഒരുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. ആധുനിക മനുഷ്യരാകട്ടെ ഭയമുള്ളവരും എന്തിനും ഏതിനും വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രസവം എന്നത് സാധാരണ നടക്കുന്നില്ല. പകരം സിസേറിയൻ എന്ന ഒരു വയറ് കീറി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നു. പ്രസവം ഇല്ല ശരിക്കും. സൂതികാവേശ്മം, വേശ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹം എന്നാണ് അർത്ഥം. സൂതികാവേശ്മം, പ്രസവമുറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസവമുറിയുടെ ഒരു ആവശ്യകത എന്താണ്? വായു സൂര്യപ്രകാശയോഹോ, വായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ആദാന പ്രതിരോധാർത്ഥം, സ്വീകരണത്തിനും തിരോധാനത്തിനും അനുകൂല ഗവാക്ഷകം, അനുകൂലമായ ജനലോട് കൂടിയതും, ഗവാക്ഷകം എന്ന് പറഞ്ഞാൽ വാതായനങ്ങളോട് കൂടിയതും വിശാലം വിസ്താരമേറിയതും ആയിരിക്കണം ഒരു മുറി എന്ന് പറയുന്നത്. പഴയ ആളുകൾക്കൊക്കെ അറിയാം. പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു നാട്ടിൽ ഒരു സൂതികർമ്മിണി എന്ന ഒരു മിഡ്വൈഫ് ഉണ്ടായിരിക്കും. ആ മിഡ്വൈഫാണ് ഓരോ വീടുകളിലും ചെന്ന് പ്രസവം എടുത്തിരുന്നത്. ആ സൂതികർമ്മിണിക്ക് ഓരോ നാട്ടിലും ഓരോ പേരാണ്. വയറ്റാട്ടി എന്ന് പറയുന്നവരുണ്ട് ചില നാട്ടിൽ.
പിന്നെ പറയുന്നത് പതിച്ചി എന്ന് പറയുന്നവരുണ്ട് ചില നാട്ടിൽ, പേറ്റിച്ചി എന്ന് പറയുന്നവരുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണ് അവർക്ക്. അവർ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ വിദ്യാലയത്തിൽ പോയി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. ആ മിഡ് വൈഫ് എന്ന് പറയുന്ന അവരുടെ മുൻതലമുറയിലുള്ള ആരുടെയെങ്കിലും കൂടെ ഒരു സഹായിയായിട്ട് പ്രസവം എടുത്ത ഒരു പരിചയമേ അവർക്കുള്ളൂ. അവർ പിന്നീട് കാലക്രമത്തിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന സൂതികർമ്മിണിയായിട്ട് മാറും.